بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون. وآية لهم الليل نسلخ منه النهار فإذا هم مظلمون. والشمس تجري لمستقر لها ذلك تقدير العزيز العليم. والقمر قدرناه منازل حتى عاد كالعرجون القديم. لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون. السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد. الفائزين برضا الله. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്ത് യാസീനിലെ 35 അധ്യായങ്ങളാണ് നാം പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആയത്തുകൾ, ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തന്നുകൊണ്ട് പറഞ്ഞു തന്നു, ഓർമ്മപ്പെടുത്തി. എന്തേ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്? അഫല യഷ്കുറൂൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നിട്ടും നന്ദി ചെയ്യാത്തത് എന്ന ചോദ്യമാണ് ചോദിച്ചത്. നിർജീവമായ ഭൂമി, അതിനെ ജീവിപ്പിച്ച് അതിൽ നിന്ന് ധാന്യങ്ങളും നിങ്ങൾക്ക് ഭക്ഷിക്കാൻ ആവശ്യമായ മുന്തിരിത്തോട്ടങ്ങളെയും ഈത്തപ്പനകളെയും ഒക്കെ ഉണ്ടാക്കി തന്നത്, വെള്ളത്തെ, നീരുറവകളെ തുറന്നുവിട്ട് തന്നത് നാമാണ്. അത് നിങ്ങൾക്ക് ഭക്ഷിക്കാനും കുടിക്കാനും ഒക്കെ വേണ്ടിയാണ്. എന്നിട്ടും എന്തേ നിങ്ങൾ നന്ദി ചെയ്യാത്തത് എന്ന ചോദ്യം. 36-ാമത്തെ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നത്, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. സുബ്ഹാൻ, പരിശുദ്ധനാണ്. സുബ്ഹാന, മഹാപരിശുദ്ധനാണ്. അല്ലദീ, ഒരുവൻ. സുബ്ഹാനല്ലദീ, ഒരുവൻ മഹാപരിശുദ്ധനാണ്. എന്താണ് ആ പരിശുദ്ധനായ ഒരുവന്റെ പ്രത്യേകത? ഖലഖ, സൃഷ്ടിച്ചു, അൽ അസ്വാജ, ഇണകളെ. ഖലഖൽ അസ്വാജ, ഇണകളെ സൃഷ്ടിച്ച. കുല്ലഹ, അവയെല്ലാറ്റിനെയും. മിമ്മാ തുംബിതു, ഉൽപ്പാദിപ്പിക്കുകയിൽ നിന്ന്. അൽ അർളു, ഭൂമി. വമിൻ അൻഫുസിഹിം, അവരുടെ ദേഹങ്ങളിൽ നിന്നും. അൻഫുസ്, നഫ്സ്, ദേഹം, ശരീരം. അൻഫുസ്, ദേഹങ്ങൾ. അർള്, ഭൂമി. വമിൻ അൻഫുസിഹിം, അവരുടെ ശരീരത്തിൽ നിന്നും, അവരുടെ ദേഹങ്ങളിൽ നിന്നും. വമിമ്മ, ഒന്നിൽ നിന്നും. ലാ യഅലമൂന, അവർക്ക് അറിയാത്ത. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുൻബിതുൽ അർള് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. എല്ലാ ഇണവർഗങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളവൻ മഹാപരിശുദ്ധനാണ്. അവനാണ് ഭൂമിയെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്നും, അവരുടെ ദേഹങ്ങളിൽ നിന്നും, അവർക്ക് അറിഞ്ഞുകൂടാത്തതിൽ നിന്നും എല്ലാം ഇണകളെ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. എല്ലാത്തിനും ഇണകളുണ്ട്. അത് നാം അറിയുന്നതിൽ പലതിനും ഇണകളുണ്ട്, അറിയാത്തതിൽ പലതിനും ഇണകളുണ്ട്. എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ടുള്ളത്, എല്ലാത്തിനെയും ഇണകളായി പടച്ചിട്ടുള്ളത് റഹ്മാനായ റബ്ബാണ്. അവൻ ഏറെ പരിശുദ്ധനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. തുടർന്ന് 37-ാമത്തെ ആയത്ത് മുതൽ ആദ്യം ഭൂമിയിലുള്ള ആയത്തുകളെക്കുറിച്ച്, ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറഞ്ഞു. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നിങ്ങളെയൊക്കെ ഇണകളാക്കി സൃഷ്ടിച്ചത് റഹ്മാനായ റബ്ബാണെന്ന് ഓർമ്മപ്പെടുത്തി. 37-ാമത്തെ ആയത്ത്
38, 39 ആയത്തുകളിലൂടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശലോകത്ത് നാം കാണുന്ന ദൃഷ്ടാന്തങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ്. എന്നും നമ്മൾ കാണുന്നതാണ് ആകാശത്തിൽ സൂര്യനെയും ചന്ദ്രനെയും പ്രകാശങ്ങളെയും അതിൻ്റെ അസ്തമയവും എല്ലാം നാം കാണുന്നതാണ്. നാം കണ്ടുകൊണ്ടിരിക്കുന്ന ആകാശത്തിലെ സൂര്യചന്ദ്രന്റെ അതിൻ്റെ ദൃഷ്ടാന്തങ്ങളിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിരൽ ചൂണ്ടുന്നത്. എന്താണ് അല്ലാഹു പറയുന്നത്? വആയതുൽ ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹുൻ-നഹാറ ഫഇദാ ഹും മുസ്ലിമൂൻ. വആയതുൽ ലഹും, അവർക്കൊരു ദൃഷ്ടാന്തമുണ്ട്. മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു പറഞ്ഞില്ലേ, അതേപോലെ ആയത്ത് ദൃഷ്ടാന്തം, ലഹും അവർക്ക്, വആയതുൽ ലഹും അവർക്കൊരു ദൃഷ്ടാന്തമാണ്. എന്ത്? അല്ലൈൽ, രാത്രി നമുക്ക് ദൃഷ്ടാന്തമാണ്, ഭൂമി ദൃഷ്ടാന്തമാണ്, മരം ദൃഷ്ടാന്തമാണ്. ദുനിയാവിലുള്ള എല്ലാം റഹ്മാനായ റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ. അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങളെ കുറിച്ചുള്ള വല്ലാത്ത മുന്നറിയിപ്പുകളും ദൃഷ്ടാന്തങ്ങളുമാണ് എല്ലാം. അവർക്കൊരു ദൃഷ്ടാന്തമാണ്. എന്ത്? അല്ലൈലു, രാത്രി, നസ്ലഖു മിൻഹു, അതിൽ നിന്ന് നാം വേർപെടുത്തുന്നു, അന്നഹാറ, പകലിനെ, പകലിനെയും രാത്രിയെയും വേർപെടുത്തുന്നതിൽ നിന്ന്. പകൽ കഴിഞ്ഞാൽ രാത്രി വരികയും രാത്രി കഴിയുമ്പോൾ പകൽ വരികയും ചെയ്യുന്നത്, അങ്ങനെ അതെല്ലാം ചെയ്യുന്നത്, അതിനെ വേർപെടുത്തി മാറ്റുന്നത് നാമാണ്. അതിൽ മനുഷ്യരെ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. ഫഇദാഹും, അപ്പോഴവർ മുസ്ലിമൂൻ, ഇരുളടഞ്ഞവരാകുന്നു എന്നാണ് അല്ലാഹു പറയുന്നത്. പകലിൽ ആ പകലങ്ങ് അവസാനിച്ചാൽ പിന്നീട് ഇരുട്ടിലാകും. ഫഇദാഹും, അന്നേരത്ത്, അഥവാ പകലങ്ങ് പോയി കഴിഞ്ഞാൽ, ഹും അവർ മുസ്ലിമൂൻ, ഇരുട്ടിലാകുന്നതാണ്. രാത്രി അവർക്കൊരു ദൃഷ്ടാന്തമാണ്. നാം അതിൽ നിന്ന് പകലിനെ ഉരിച്ചെടുക്കുന്നു, അപ്പോൾ അവരതാ ഇരുട്ടിൽപ്പെട്ടവരാകുന്നു എന്നാണ് 37-ാമത്തെ ആയത്തിന്റെ സാരം. ഇനി 38. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. വശംസു, സൂര്യനും രാത്രിയും നിങ്ങൾക്ക് ദൃഷ്ടാന്തമാണ്. വശംസു, സൂര്യനും, തജ്രി, അത് നടക്കുന്നുണ്ട്, അത് സഞ്ചരിക്കുന്നുണ്ട്, ലിമുസ്തഖറിൻ ലഹാ, അതിൻ്റെ ഒരു താവളത്തേക്ക്. ഓരോ ദിവസവും സൂര്യൻ അതിൻ്റെതായ താവളത്തേക്ക് ദിവസം ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ലിമുസ്തഖറിൻ ലഹാ, അതിൻ്റെ ഒരു താവളത്തേക്ക് സൂര്യൻ ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ചലനവും മനുഷ്യരെ നിങ്ങൾക്ക് ഒരു പാഠമാണ്, ദൃഷ്ടാന്തമാണ്. ذَلِكَ, അത് തഖ്ദീറുൽ അസീസിൽ അലീം, അത് പ്രതാപശാലിയായ അള്ളാഹുവിന്റെ വ്യവസ്ഥയാണ്. അൽ അലീം, സർവജ്ഞനും പ്രതാപിയുമായ അള്ളാഹുവാണ് അത് വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത്. കൃത്യമായി അതിൻ്റെ സമയനിർണയം, ഏത് സമയത്ത് പോകണം, ഏതിലൂടെ പോകണം, എവിടെ അവസാനിക്കണം എന്നെല്ലാം സൂര്യൻ അതിൻ്റെ താവളത്തിലേക്ക്, അഥവാ ഏതാണോ അതിൻ്റെ അതിർത്തി, ആ അതിർത്തിയിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം സർവജ്ഞനായ പ്രതാപശാലിയായിട്ടുള്ളവൻ വ്യവസ്ഥ ചെയ്ത് കണക്കാക്കിയിട്ടുള്ളതാണ്. അതിലൊന്നും ഏതെങ്കിലും മനുഷ്യന്മാർക്കോ അതല്ലെങ്കിൽ അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന, വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ഏതെങ്കിലും ആരാധ്യ പുരുഷന്മാർക്കോ ആരാധ്യന്മാർക്കോ യാതൊരു പങ്കുമില്ല. സൂര്യന്റെ ചലനവും അതിന്റെ നിശ്ചിതമായ സ്ഥലത്തേക്കുള്ള യാത്രയുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം കണക്കാക്കി വെച്ചതാണ് എന്ന് അല്ലാഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതെല്ലാം നിശ്ചയിച്ചു തന്നവൻ, ഇതിലൊന്നും വേറെ ആർക്കും പങ്കില്ല എന്നത് നിങ്ങൾക്ക് ഉറപ്പല്ലേ മനുഷ്യരെ? എന്നിട്ടും അതെല്ലാം നിശ്ചയിച്ചു തന്ന, അതെല്ലാം ക്രമീകരിച്ചിരിക്കുന്ന ആ അള്ളാഹുവിനെ അറിയാതെ, അവനെ മനസ്സിലാക്കാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നത് എന്ന ചോദ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. വീണ്ടും അല്ലാഹു ചോദിക്കുന്നു, വൽഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ അഅദകൽ ഉർജൂനിൽ ഖദീം. സൂര്യനെ അതിന്റെ താവളത്തിലേക്ക് കൃത്യമായി ചലിച്ചുകൊണ്ടിരിക്കുന്നത്, വ്യവസ്ഥ ചെയ്ത് കണക്കാക്കിയതെല്ലാം നമ്മളാണ്. അതേപോലെ വൽഖമറ, ചന്ദ്രനെയും ഖദ്ദർനാഹു, നാം കണക്കാക്കിയിരിക്കുന്നു, നാം വ്യവസ്ഥ ചെയ്തിരിക്കുന്നു. മനാസില, ചില പതന സ്ഥലങ്ങൾ, ചില ഭവനങ്ങൾ. മൻസിൽ പറഞ്ഞ വീട്, ഭവനങ്ങൾ. മനാസില്, ചില ഭവനങ്ങൾ. ഹത്താ അഅദ, അങ്ങനെ അത് മടങ്ങി വരും, അങ്ങനെ അത് മടങ്ങി വരും, അല്ലെങ്കിൽ അങ്ങനെ അത് പരിണമിക്കും. ഏതുപോലെ? കൽ ഉർജൂനി. ഉർജൂന് എന്ന് പറഞ്ഞാൽ ഈത്തപ്പനയുടെ കുലത്തണ്ട് പോലെ. കുലത്തണ്ടിനാണ് ഈത്തപ്പഴയുടെ കുലയുടെ തണ്ടിൽ, ആ തണ്ടിനാണ് ഉർജൂൻ എന്ന് പറയാം. എങ്ങനത്തെ ഉർജൂനാണ്? എങ്ങനത്തെ ഈത്തപ്പഴയുടെ കുലത്തണ്ടാണ്?
അൽ ഖദീം, പഴകി ദ്രവിച്ച ഈത്തപ്പനയുടെ കുലത്തണ്ട് പോലെ. അതാണ് ആ ആയത്തിന്റെ പദാർത്ഥം. വൽഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദ കൽ ഉർജൂനിൽ ഖദീം. ചന്ദ്രനും തന്നെ നാം ചില ഭവനങ്ങൾ കണക്കാക്കിയിട്ടുണ്ട്, ചില അതിർത്തികൾ കണക്കാക്കിയിട്ടുണ്ട്. അങ്ങനെ അത് ഈത്തപ്പനയുടെ പഴക്കം ചെന്ന കുലത്തണ്ട് പോലെ ആയിത്തീരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പിന്നീട് 40-ാമത്തെ ആയത്തിൽ ലശംസു യംബഗി ലഹാ അൻ തുദ്രികൽ ഖമറ വലൽ ലൈലു സാബിഖുൻ നഹാർ വകുല്ലുൻ ഫീ ഫലകിൻ യസ്ബഹൂൻ. ലശംസു, സൂര്യനില്ല, യംബഗി ലഹാ, അതിന് പറ്റുകയില്ല, അൻ തുദ്രിക, അത് കണ്ടുമുട്ടൽ, തുദ്രികൽ ഖമറ, ചന്ദ്രനെ, ഖമർ ചന്ദ്രൻ, തുദ്രിക് കണ്ടുമുട്ടുക, അൻ തുദ്രികൽ ഖമറ, ചന്ദ്രനെ കണ്ടുമുട്ടൽ, വലല്ലൈലു, ലൈല് രാത്രി, വലല്ലൈലു രാത്രിയുമില്ല, സാബിഖുൻ നഹാരി, പകലിനെ മുൻകടക്കുക, വകുല്ലും എല്ലാം, ഫീ ഫലകിൻ, ഓരോ സഞ്ചാരപഥത്തിൽ, യസ്ബഹൂന, നീന്തുന്നവരാണ്. സൂര്യനും ചന്ദ്രനുമൊക്കെ കൃത്യമായ സഞ്ചാരപഥങ്ങളുണ്ട്, എല്ലാത്തിനും സഞ്ചാരപഥങ്ങളുണ്ട്. പക്ഷേ പരസ്പരം കൂട്ടിമുട്ടുകയോ പരസ്പരം കണ്ടുമുട്ടി അപകടങ്ങൾ ഉണ്ടാവുകയോ അതല്ലെങ്കിൽ പകല് തീരുന്നതിന് മുമ്പ് രാത്രി വരികയോ രാത്രി തീരുന്നതിന് മുമ്പ് പകല് വന്നോ അങ്ങനത്തെ ഒരു മുൻകടക്കലുകളോ അതല്ലെങ്കിൽ ഒരു അപകടങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. ഓരോരുത്തർക്കും സൂര്യനും ചന്ദ്രനും രാത്രിക്കും പകലിനുമൊക്കെ നിശ്ചയിച്ച ഒരു പഥമുണ്ട്, ഒരു സഞ്ചാരപഥമുണ്ട്. ആ സഞ്ചാരപഥത്തിലൂടെ ഇതിനെയെല്ലാം കൃത്യമായി ഒരു ദിവസം വ്യത്യാസമില്ലാതെ എല്ലാ ദിവസവും കൃത്യമായി നിശ്ചയിച്ചു കൊണ്ടുപോകുന്നത് റഹ്മാനായ റബ്ബായ ഞാനാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനി മൊത്തം ഈ പറഞ്ഞ ആയത്തുകളുടെ ഒരു ചെറിയ വിശദീകരണം. ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്, നമ്മോട് ആലോചിക്കാനും ചിന്തിക്കാനും പറയുന്നത് നാം കാണുന്ന ഈ ദൃഷ്ടാന്തങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ്. രാപ്പകലുകൾ മാറി വരുന്നു. ഒരു രാവ് കഴിഞ്ഞാൽ അടുത്ത പകൽ വരുന്നു, പകൽ കഴിഞ്ഞാൽ അടുത്ത രാത്രികൾ വരുന്നു. യാതൊരു മാറ്റങ്ങളുമില്ലാതെ, ഒരു ദിവസവും പോലും മറന്നു പോകാതെ, രാത്രി വരാൻ ദിവസം മറന്നു പോകാതെ, യാതൊരു അപകടങ്ങളും ഇല്ലാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി രാപ്പകലുകളെ മാറ്റിക്കൊണ്ടുവരുന്നത് റഹ്മാനായ റബ്ബാൻ. അതേ പ്രകാരം സൂര്യചന്ദ്രന് കൃത്യമായ അതിർത്തികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുക്കുകയും ആ അതിർത്തി പദങ്ങൾ വരെ ആ സൂര്യചന്ദ്രനുകൾ ചരിക്കുകയും എല്ലാ ദിവസവും മാസവും കൊല്ലവും അതിൻ്റെ സഞ്ചാരത്തിന് കൃത്യമായിരിക്കുന്ന മാർഗങ്ങളും ലക്ഷ്യങ്ങളും റഹ്മാനായ റബ്ബ് ഈ സൂര്യനും ചന്ദ്രനുമൊക്കെ നിശ്ചയിച്ചു വച്ചിട്ടുണ്ട്. ആ കണക്കുകൾ അല്പം പോലും തെറ്റാതെ ചന്ദ്രന്റെയോ സൂര്യന്റെയോ കണക്കുകളോ ചിട്ടകളോ സഞ്ചാരപഥങ്ങളോ ഒരു അല്പം ഒരു ചെറിയ രീതിയിൽ പോലും തെറ്റാത്ത വിധം ആ സൂര്യചന്ദ്രൻ ചരിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനെ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചന്ദ്രനും അതുപോലെ സൂര്യനുമൊക്കെ കൃത്യമായിരിക്കുന്ന റൂട്ടുകളുണ്ട്. അതിൽ നിന്ന് ഒരിക്കൽ പോലും അതൊന്നും മാറുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വൽ ഖമറ ഖദ്ദർനാഹു, വൽ ഖമറ, ചന്ദ്രനും സൂര്യനെ പോലെ തന്നെ ചന്ദ്രപഥങ്ങളുണ്ട്. എന്നിട്ട് അവസാനം പറഞ്ഞു കൽ ഉർജൂനിൽ ഖദീം, അത് ഈത്തപ്പനയുടെ പഴക്കം ചെന്ന കുലത്തണ്ട് പോലെ ആയിത്തീരുന്നു എന്ന് പറഞ്ഞു. എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? നമുക്കറിയാം, ചന്ദ്രമാസത്തിന്റെ ആരംഭത്തിൽ 1-ാമത്തെ ദിവസം ചന്ദ്രൻ അമ്പിളിമാമൻ കേവലം ഒരു നേരിയ ഒരു വളയ പോലെ കാണാൻ പറ്റാത്ത രീതി, വളരെ ചെറുതായിരിക്കും അതിന്റെ തുടക്കത്തിൽ 1-ാമത്തെ ദിവസം. എന്നാൽ ക്രമേണ അത് വികസിച്ച് ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് അത് പൂർണ്ണമായി ഒരു ചന്ദ്രനായിത്തീരുന്നു. എന്നിട്ടോ പിന്നീട് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് തന്നെ മടങ്ങി അവസാനം മാസത്തിന്റെ അവസാനം വരുമ്പോഴേക്ക് ഏതുപോലെ ആയിത്തീരുമെന്ന് അള്ളാഹു പറയുന്നത് ഈത്തപ്പനയുടെ ഉണങ്ങിപ്പഴങ്ങിയ കുലത്തണ്ട് പോലെ നേർത്ത ഒരു വളയമായി തീരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. എന്നാൽ ഇവിടെ ഇതിനെ എല്ലാ മാസങ്ങളിലും ഇത് വീണ്ടും ആവർത്തിക്കുന്നില്ലേ? ഏതെങ്കിലും ഒരു മാസം ചന്ദ്രൻ
ഉദിക്കുമ്പോൾ വലിയ പൂർണ്ണമായ ചന്ദ്രനായി ഉദിക്കുന്നുണ്ടോ? ഇല്ല. അതിനൊക്കെ കൃത്യമായി വളർത്തിക്കൊണ്ട് വന്ന് പൂർണ്ണ ചന്ദ്രനാക്കി വീണ്ടും അതിനെ ചുരുക്കി കൊണ്ടുവന്ന് മാസത്തിന്റെ അവസാനമാകുമ്പോഴേക്ക് ഒരു ചെറിയ ഒരു കുലത്തണ്ട് പോലെ, ഉണങ്ങിയ കുലത്തണ്ട് പോലെയാക്കുന്നത് ആരാണ്? ഇതിന്റെ ഇടപെടൽ ആരാണ്? ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മനുഷ്യകരങ്ങളാണോ, ശാസ്ത്രമാണോ, അതല്ലെങ്കിൽ അല്ലാഹു അല്ലാതെ വിളിച്ചു തേടുന്ന ആരെങ്കിലുമാണോ? എന്നാൽ കാലങ്ങളായി ഇത് തുടരുന്നു അല്ലേ? നമ്മൾ കാണുന്നത് അന്ന് മുതലേ ഇതുണ്ട്. ഏതെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും ഒരു അപകടമുണ്ടായതായി, എവിടെയെങ്കിലും ഒരു ക്രമക്കേടുണ്ടായതായി, ഏതെങ്കിലും ഒരു മാസം ഒരു ക്രമക്കേടുണ്ടായതായി, ഒരു പാകപ്പിഴവ് കണ്ടതായി പ്രിയപ്പെട്ടവരെ നമുക്കൊന്നും ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല. എവിടെയെങ്കിലും സൂര്യചന്ദ്രനുകൾ തമ്മിൽ കൂട്ടിമുട്ടുകയോ വല്ല അപകടങ്ങളും ഉണ്ടാവുകയോ അല്ലെങ്കിൽ രാത്രി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാത്രി പകലിനെ കവച്ചു വെക്കുകയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഓരോന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളാണ്. ആ സൃഷ്ടികളെല്ലാം അല്ലാഹു എന്താണോ അവരോട് പറഞ്ഞത്, ഏതിലൂടെ സഞ്ചരിക്കാനാണോ പറഞ്ഞത്, ആ സഞ്ചാരപഥങ്ങളിലൂടെ ആ സൂര്യചന്ദ്രനുകളും രാവുകളും പകലുമൊക്കെ അത് ഒട്ടും ദോഷം ബാധിക്കാതെ, അവരോട് പറഞ്ഞതിനെ ഒരു നിലക്കും അനുസരണക്കേട് കാണിക്കാതെ അത് അവരുടേതായ പരിധിയിൽ അവർ നീന്തി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന നമ്മൾ കാണാത്ത, എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, നമ്മൾ അറിയുന്ന, നമ്മൾ ആരാധിക്കുന്ന റഹ്മാനായ റബ്ബ്, ആ റഹ്മാനായ റബ്ബിന്റെ സൃഷ്ടി വൈഭവവും അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രമാത്രം ശക്തിയുള്ളവനാണ് എന്നതിന്റെ കൃത്യമായ ദൃഷ്ടാന്തങ്ങളാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വരച്ചു വെക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാവണം. നിങ്ങൾക്ക് അല്ലാഹു തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന വർഗമാകണേ മനുഷ്യരെ. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാകണേ. അല്ലാഹുവിന്റെ ഈ സൃഷ്ടി വൈഭവങ്ങളെക്കുറിച്ച്, ഈ ശക്തികളെക്കുറിച്ച് നിങ്ങൾ കൃത്യമായി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ചിട്ടപ്പെടുത്തണേ എന്ന കൃത്യമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കാണിച്ചു തരുന്ന ഓരോ ഈ ആയത്തുകളെയും അത് മനസ്സിലാക്കി ചിന്തിച്ച് അല്ലാഹുവിങ്കലേക്ക് കൂടുതൽ അടുക്കുന്ന യഥാർത്ഥ സ്വാലിഹീങ്ങളിൽ അല്ലാഹു തആല നമ്മയും നാമുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി